ഹലോ ഗൈസ്. സോ ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് വെച്ചാൽ നിങ്ങൾ എന്താ പറയുക, ഇതിന് മുമ്പൊരു വീഡിയോ ആയിട്ടായിരുന്നു. ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് കോളേജ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോകുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായി. അപ്പോൾ വീഡിയോ എടുത്തു കഴിഞ്ഞ് ഞങ്ങൾ ലാസ്റ്റ് ഞങ്ങൾ കിടന്നുറങ്ങിക്കഴിഞ്ഞുള്ള ഭാഗങ്ങൾ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത ദിവസം ഏൽപ്പിക്കും എൻ്റെ ലാപ്ടോപ്പ് മിസ്സിങ് ആയി. അതെ, സോ ഞാനിപ്പോൾ ഉള്ളത് കറൻ്റ്ലി ബാംഗ്ലൂരാണ്. സോ ഈ ഒരു വീഡിയോ കഴിഞ്ഞിട്ട് ഞാൻ ബാംഗ്ലൂർക്ക് വരുന്നതും എൻ്റെ ഹോസ്റ്റൽ PG നിൽക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ അടുത്ത ദിവസം ഇടുന്നതാണ്. ഇപ്പോൾ ഞാൻ കറൻ്റ് ഇതെൻ്റെ PG ആണ് ഇവിടെ. സോ ലാപ്ടോപ്പ് പോയ ഒരു കേസിനെ കുറിച്ച് ഒരു വീഡിയോ ഇടാനാണ് ഞാൻ നിന്നത്. കുറച്ച് മുമ്പേ ഉണ്ടായിരുന്നു, ലേറ്റായി പോയി, വേറെ കുറേ കാര്യങ്ങളും ഇതൊക്കെ ആയിട്ട് നടക്കണമായിരുന്നു. സോ ലാപ്ടോപ്പ് പോയ വന്നതെന്ന് വെച്ചാൽ നിങ്ങൾ മുമ്പത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഞങ്ങൾ ട്രെയിനിൽ കയറുന്നു, ഞങ്ങളൊരു സമയമാകുമ്പോഴേക്കും എല്ലാവരും കിടന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു എന്താ പറയുക 7:30 ആയപ്പോഴേക്കും ഞാൻ കിടന്നു. 7:30 ഞാൻ കിടക്കുന്ന സമയത്ത് എൻ്റെ ഫോൺ ചാർജ് ചെയ്യാനായിട്ട് ചാർജർ എൻ്റെ ഒരു സൈഡ് ബാഗ് ഉണ്ട്. സൈഡ് ബാഗിൽ നിന്ന് ചാർജർ എടുത്തിട്ട് ഞാൻ ചാർജ് ചെയ്ത് കഴിഞ്ഞ് ആ ചാർജർ എൻ്റെ ലാപ്ടോപ്പ് ബാഗിന് മറ്റേ ഈ നമ്മൾ ഈ വെക്കിൽ ബോട്ടിലേക്ക് വെക്കില്ലേ അതിലേക്ക് അങ്ങ് വെച്ചായിരുന്നേ. എന്നിട്ട് ഞാൻ ഹോബായിട്ടും കിടന്നുറങ്ങി. ഇപ്പോൾ ഈ ബാഗ് വെച്ച സ്ഥലം എവിടെയെന്ന് വെച്ചാൽ നമ്മൾ ഈ എന്താ പറയുക ട്രെയിനിൻ്റെ ഇവിടെ ആയിട്ടിരിക്കുമ്പോൾ ഒരു റാക്ക് ഉണ്ടാവും ഇങ്ങനെ ഈ ബ്ലാങ്കറ്റ്സും കാര്യങ്ങളൊക്കെ വെക്കുന്നത്. അപ്പോൾ ബ്ലാങ്കറ്റിന് അവിടെ ആ ഒരു സ്ഥലത്താണ്, അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ ബാഗാണ് കയറ്റി വെച്ചത്. ഞാൻ അവിടെ കുറേ കൊല്ലങ്ങളാണ് ഞാൻ അവിടെ തന്നെ വെക്കാറ്. അതൊക്കെ എല്ലാം കഴിഞ്ഞു. പറഞ്ഞ മാതിരി ഫോൺ എടുത്തു, ചാർജർ എടുത്തു, ചാർജ് ആയിട്ട് ശേഷം ആ പൗച്ചിൽ വെച്ചു. ഞാനൊരു 7:30 ആയപ്പോഴേക്കും ഞാൻ കിടന്നുറങ്ങി. അത് കഴിഞ്ഞ് പിന്നെ ഒരു 11 മണി സമയമൊക്കെ ആയപ്പോഴേക്കും എനിക്കൊരു നെക്ക് പില്ലോ ഉണ്ടായിരുന്നു. അപ്പോൾ നെക്ക് പില്ലോ നിലത്ത് വീണപ്പോൾ ഞാനത് എങ്ങനെ പറഞ്ഞു നിലത്തേക്ക് പോയി എടുക്കാനായിട്ട് എടുത്ത് കഴിഞ്ഞ് തിരിച്ച് വന്ന് നോക്കുമ്പോൾ ഞാൻ അപ്പുറപ്പുറത്തായിരുന്നു. അപ്പുറത്തിരുന്ന ചേട്ടൻ ഒരാളെ കണ്ടു. അങ്ങനെയായിട്ട് എവിടെ നിന്ന് കയറി എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞ് തിരിച്ച് ഞാൻ എൻ്റെ ഫോണിൻ്റെ ചാർജർ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ ബാഗ് അവിടെ കാണുന്നില്ല. പിന്നെ അവിടുന്ന് ഞങ്ങൾ ചാടി ഇറങ്ങി. പിന്നെ കൂടെ ഉണ്ടായിരുന്ന ആൽബീനെയും അജുവിനെയും ഞങ്ങളുടെ ഉമ്മച്ചിയും നല്ല പൂപ്പിയും എല്ലാവരും വിളിച്ച് അന്വേഷിക്കലായി. ഭോഗവത്തം തപ്പലും തെരയലും. പിന്നെ 139 വിളിച്ചു. അവരാണെങ്കിൽ റേഞ്ചും കിട്ടുന്നുണ്ട്. അതിൻ്റെ 139 ടൈലും മര്യാദയ്ക്ക് പോകുന്നില്ല. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് AC കോച്ച് തൊട്ട് സെക്കൻഡ് ടയർ വരെ പോയി. ജനറൽ കമ്പാർട്ട്മെൻറ്റുകളുടെ മറ്റേ നടന്നു പോയി. കുറേ തപ്പി. നോക്കുന്ന ലിമിറ്റേഷൻ ഉണ്ടല്ലോ, സെക്കൻഡ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ നോക്കുന്ന കുറേ ലിമിറ്റേഷനുള്ള കാര്യം അല്ലാണ്ട് പറ്റില്ല. എന്നാലും പരമാവധി എൻ്റെ ബോഗി മൊത്തം ഞാൻ അഴിച്ചു വരയ്ക്ക് നോക്കിയിട്ടും സാധനം കാണുന്നില്ല. പിന്നെ 139 വിളിച്ച് കഴിഞ്ഞപ്പോൾ അവർ ആളെ വിടാം, പോലീസുകാർ വിടാമെന്നൊക്കെ പറഞ്ഞു. പോലീസുകാർ വരും എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ അപ്പുറത്തേക്ക് നാങ്ങളെടുത്ത് വെച്ചു. ആളെ വിടുന്ന കയറിയപ്പോൾ ആഗ്രഹം കയറിയെന്ന് പറഞ്ഞു. അപ്പോൾ അവരെടുത്ത് ആഗ്രഹം കയറിയ സമയത്ത് ഇവിടെ നിങ്ങൾ വല്ല ബാഗ് കണ്ടായിരുന്നെന്ന് ചോദിച്ചു. അപ്പോൾ അവർ ബാഗൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആഗ്രഹയ്ക്ക് മുമ്പുള്ള സ്റ്റേഷനിലാണ് സാധനം പോയത്. പിന്നെ ഫോണിൽ ട്രാക്ക് ചെയ്ത് നോക്കി, ഫ്രണ്ട്സിനെ വിളിച്ച് ഞങ്ങൾ ട്രാക്ക് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ ലിങ്ക്ഡ് ഡിവൈസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കി ലാസ്റ്റ് ലൊക്കേഷൻ കാണിക്കുന്നത് എൻ്റെ ഫ്ലാറ്റിൽ തന്നെയാണ്. ഫ്ലാറ്റ് ലൊക്കേഷൻ തന്നെ കാണിച്ച് വേറെ എവിടെയൊന്നും അവർ പിന്നെ തുറന്നിട്ടില്ല. പിന്നെ ഏതൊരു സ്റ്റേഷൻ ആയിപ്പിക്കും കുറച്ച് പോലീസുകാർ വന്നിട്ട് ഒരു പേപ്പറിൽ എഴുതി കൊണ്ടുപോയി. എന്തൊക്കെയോ പേരും കാര്യങ്ങളും അഡ്രസ്സൊക്കെ ചോദിച്ചിട്ട് പോയി. ഞാൻ വെച്ചാൽ ഫെയറാണെന്ന് വിചാരിച്ചത്. പിന്നെ വീട്ടിലെത്തിക്കഴിഞ്ഞ് എൻ്റെ ഒരു സാറിനെ വിളിച്ച് കാര്യം പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഫെയർ അല്ല, എന്തോ DIR അങ്ങനെന്തോ സെറ്റപ്പാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ വീട്ടിലെത്തിയിട്ട് ഞാൻ ഇതന്നെയായിരുന്നു ആഗ്ര പോലീസിനെ വിളിക്കല്, പിന്നെ പോയ സ്റ്റേഷനിലുള്ള ആൾക്കാരെ വിളിക്കല്, ഇതന്നെ മാറി വിളിക്കുക. അവിടെ നിന്ന് ഒരു റെസ്പോൺസും കിട്ടിയിട്ടില്ല എനിക്ക് ഇതുവരെ ഇത്രയും ദിവസമായിട്ടും. ഇന്നിപ്പോൾ ദിവസം നോക്കുവാണെങ്കിൽ PG വന്നു കഴിഞ്ഞിട്ട് ഉള്ള 2ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇത്രയും ദിവസം എന്താ പറയുക 6, 7, 8 ആയപ്പോൾ ഇന്നിപ്പോൾ 8 ഞാൻ 6 എത്തിയത് PG. ഇതുവരെയായിട്ട് ഒരു റെസ്പോൺസ് പോലും കിട്ടിയിട്ടില്ല. ഇപ്പോഴും ഞാൻ ട്രാക്ക് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ നോക്കിയ സമയത്താണെങ്കിൽ സെയിം ലൊക്കേഷൻ സോണിപ്പോൾ തന്നെ കാണിക്കുന്നു. വേറെ ഒരു മാറ്റം തന്നെ വന്നിട്ടില്ല. വീട്ടിലടിക്കുമ്പോൾ തന്നെ പോലീസുകാരെ വിളിച്ച് മടുത്ത് ഞാൻ ആകെ പോലീസ് PF വിളിക്കുമ്പോൾ അവിടെ വിളിക്കാൻ പറയും മാറി തന്നെ വിളിക്കൽ വേറെ ഒന്നുമില്ല. പിന്നെ ഇവിടെ തൃശ്ശൂർ ഇറങ്ങിയപ്പോൾ അവിടുത്തെ ആൾക്കാരുടെ വെച്ചിട്ട് പറഞ്ഞു ഇവിടുത്തെ ആൾക്കാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അത് നോർത്തിലാണ് പോയത്. അപ്പോൾ നോർത്തുകാർക്കൊന്നും ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു.
ഇത് ഈ ഒരു കാര്യങ്ങൾ ഇങ്ങനെ കുറേ നടന്ന് ദൈവങ്ങൾ കാലം മിസ്സായി നമുക്ക് സസ്പീഷ്യസ് ആയി തോന്നാൻ കുറേ പേരുണ്ടാവുന്നത്. അപ്പോൾ ചിലവരെ മോഹം കണ്ടാൽ നമുക്ക് തോന്നുന്നത് ചിലപ്പോൾ അത് ഉമ്മാരെടുത്ത് കൊണ്ടായി നടന്നത്. കുറേ 3-4 ദിവസം ഞങ്ങൾ എല്ലാവരും ഉറങ്ങാണ്ട് ഇനി വരാൻ കൊടുത്തതെന്ന് വെച്ചാൽ ഭയങ്കര ഡൗട്ടും കാര്യങ്ങളൊക്കെ അടിക്കും നമുക്ക്. അതെങ്ങനെയായാലും തോന്നുന്നത്, പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് ഒരു 8-10 മിനിറ്റ് താഴെയുള്ള ഒരു ജസ്റ്റ് വീട്ടിൽ തന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ പുതിയൊരു സ്റ്റാർട്ടിങ് അങ്ങനെ പറയാം. കാരണം ഡിസംബർ കഴിയുന്നതോട് കൂടിയിട്ടാണ് ഏറ്റവും വലിയൊരു വിഷമകരമായ കാര്യം. 4 കൊല്ലത്തെ എൻ്റെ എല്ലാ വർക്കും അതിൻ്റെ അകത്തായിരുന്നു. മൊത്തം വർക്ക് പോയി. ഹാർഡ് ഡിസ്ക് ആ ബാഗിൻ്റെ അകത്തായിരുന്നു. എൻ്റെ പേഴ്സ്, എൻ്റെ കോളേജ് സർട്ടിഫിക്കറ്റ്സ്, പിന്നെ കുറച്ച് പരിപാടികൾക്ക് പോയ സർട്ടിഫിക്കറ്റ്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ആ ഒരു ബാഗിനകത്തായിരുന്നു. എൻ്റെ ഇൻറ്റേൺഷിപ്പ് പ്രൊജക്ട്സ്, പിന്നെ അല്ലറ ചെറിയ ഫോട്ടോഗ്രാഫ്സിൻ്റെ ബോക്സ്, ഹാർഡ് ഡിസ്കിനകത്താണ് ബാക്കപ്പ് ചെയ്യാൻ വെച്ചിരുന്ന സാധനമെല്ലാം വെച്ചിരുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഹാർഡ് ഡിസ്ക് മാത്രം വേറൊരു ബാഗ് വെക്കാറുന്നില്ല എന്ന് വിചാരിക്കും. നമുക്ക് പറഞ്ഞിട്ടൊന്നുമല്ലല്ലോ ഇതിപ്പോൾ ഹാർഡ് ഡിസ്ക് മാറ്റി വെക്കാമെന്നൊന്നും. സാധാരണ മാറ്റി വെക്കാറാണ്. പിന്നെ ഞങ്ങൾ ഷിഫ്റ്റിംഗ് ആണെങ്കിൽ നല്ലൊരു ബാഗ് വെച്ചു. അപ്പോൾ 4 കൊല്ലമായി ഇപ്പോൾ അങ്ങോട്ട് ട്രാവൽ ചെയ്യുന്നത്. പിന്നെ ആക്ച്വലി നമ്മൾ വിചാരിക്കും പോകുന്നില്ല വെച്ചിട്ട് നമ്മൾ ഇരിക്കുന്നത്. അങ്ങനെ അപ്പോൾ കാര്യം ഇരിക്കുന്നത് ശരി. ഇപ്പോൾ ന്യൂ ഇയർ കഴിഞ്ഞു, പുതിയൊരു ഇയർ തുടങ്ങുന്നു, ഫ്രഷ് സ്റ്റാർട്ടാകാം എന്നുള്ള ഒരു വിശ്വാസത്തിൽ നിൽക്കും. അപ്പോൾ തന്നെ പറയാൻ ഒരു ഇയറാണ്. തുടക്കം തന്നെ നല്ലൊരു വർഷമായിട്ടാണ് കിട്ടിയത്. ഇനിയിപ്പോൾ പുതിയ ലാപ്പൊക്കെ എടുത്തു വന്നപ്പോൾ ഇനിയിപ്പോൾ ഓഫീസിൽ കയറുന്ന കാരണം കൊണ്ട് ലാപ്പിലാണ് പോകാൻ പറ്റില്ല. അപ്പോൾ ലാപ്പും കാര്യങ്ങളൊക്കെ എടുത്തു. മറ്റേ ഇപ്പോഴും ട്രാക്ക് ചെയ്യുന്നുണ്ട്, ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും റെസ്പോൺസ് ചെയ്ത് എത്രയൊന്നും റെസ്പോൺസ് കിട്ടിയിട്ടില്ല. ഇനിയും വിളിച്ച് ശല്യപ്പെടുത്താൻ പോലീസുകാർ അതേ പറ്റുള്ളൂ. അങ്ങനെ അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ ഈ ഒരു വീഡിയോ കഴിഞ്ഞിട്ട് അടുത്തൊരു വീഡിയോ ഞാൻ എൻ്റെ ബാംഗ്ലൂർക്ക് വരുന്നൊരു കാര്യങ്ങളായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇടാനുള്ളത്. ഇപ്പോൾ ആ ഒരു വീഡിയോ കൂടെ ഉണ്ട്. ഓക്കെ ഗൈസ്.